നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. അതിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നിങ്ങൾ എനിക്ക് നൽകിയ ഒന്നുമില്ല, പോയിരിക്കും. ഞാൻ പറഞ്ഞല്ല, എഴുതിയോ? അപ്പൊ തുടങ്ങാം. ഈ ഗേറ്റ് ഇവിടുന്ന് പൊളിച്ച് അപ്പുറത്താക്കണം. ഒരു ലോറി വരാനുള്ള സ്പേസ് വേണം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു തിട്ട കിട്ടിയാ എല്ലാവർക്കും കൂടെ ഇരുന്ന് വിശ്രമിക്കാം. കണ്ടല്ലോ, ബാസിസ് ട്യൂട്ടോറിയലിനെ കുറിച്ചുള്ള ഏകദേശ രൂപ പിടികിട്ടിയില്ലേ? ഇനി നിങ്ങൾ പറ, ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോണ എന്നെ വേണ്ട തല്ലാൻ? ദോഷം പറയരുതല്ലോ. മരുന്നിനെന്ന് പറയാൻ ആത്മാർത്ഥതയുള്ള ഒരാളെങ്കിലും ഉണ്ട് ഇവിടെ, നമ്മുടെ ജോജി മാഷ്. മാഷ് ഇവരെയൊക്കെ അറിയോ? ടൗണിൽ പൗർണമി ബാർ നടത്തുന്നവരാ. നമസ്കാരം. കുട്ടികളെ ഇവിടെ ചേർക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനമായോണ്ട് പറയല്ല. ബാസിസ് ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടികൾ നല്ല ശതമാനം മാർക്കോടുകൂടി ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഈ വർഷം കണ്ടോ സാറ്, ഇവിടെ കുട്ടികളുടെ ക്യൂ ആയിരിക്കും. ഈ വർഷം ആക്കണോ? ഇന്നോ നാളെയോ കാണാം ഇവിടത്തെ ക്യൂ. പക്ഷെ കുട്ടികളായിരിക്കില്ല, മുതിർന്നവരായിരിക്കും. മനസ്സിലായില്ല അല്ലേ? ഇവിടെയൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ചാരായ ഷാപ്പ് തുടങ്ങാനുള്ള പരിപാടിയില്ല. അയ്യോ, അപ്പൊ ട്യൂട്ടോറിയൽ നിർത്തി. വില ഉറപ്പിച്ച് 25,000 രൂപ അഡ്വാൻസ് വാങ്ങി. ഒരു കലാക്ഷേത്രം മദ്യഷാപ്പാക്കി മാറ്റരുത്. ഇത് ചതിയാണ് സാർ. ഈ സ്ഥാപനം നിർത്തരുത്. ഈ നാട്ടിലെ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാകും. ഇനി ഇത് നടത്തിക്കൊണ്ട് പോയി എന്റെ ഭാവി ഇരുട്ടിലാവും. നീ വന്നേ, ഇത് പിടിച്ച്. ഞാൻ പറയുന്നത് ഒരു മാസത്തെ ശമ്പളം അധികം ഉണ്ട്. നിങ്ങൾ എന്താ നോക്കി നിൽക്കണേ? പോയി പൊളിക്കാൻ പറ. ഏട്ടാ, കോളേജിൽ അഡ്മിഷന്റെ ലിസ്റ്റ് ഇട്ടു. എന്റെ പേരും ഉണ്ട്. പുതുമനയിലെ രാജാ പറഞ്ഞ് അവൾക്കും കിട്ടിയെന്ന്. രാജ ഇനി മുതൽ ഹോസ്റ്റലിൽ നിന്നാണ് ഇത്ര പഠിക്കുന്നത്. അവിടെയാകുമ്പോ ട്യൂഷനും കിട്ടും. അവളുടെ ആഗ്രഹം എഞ്ചിനീയർ ആവണോന്നത്രേ. കേട്ടോ അമ്മേ, രാജയുടെ അമ്മ എന്നോട് ചോദിക്കുക പഠിച്ച എന്താകാൻ ആഗ്രഹമെന്ന്. ഞാനും വിട്ടില്ല, ഗമയിലങ്ങ് അടിച്ചു വിട്ടു ഡോക്ടർ ആവണോന്ന്. മതി മതി, അവളൊരു ഡോക്ടർ. നീ പോയി ഏട്ടന് ചോറിട്ട് വെക്ക്. അമ്മ വിഷമിക്കണ്ട. ഏട്ടന് ജോലിയില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പോകാൻ വാശി പിടിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ദേവുവിന്റെ പഠിപ്പ് മുടക്കണ്ട അമ്മേ. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. തോഴിമാരുമൊത്ത് ഉദ്യാനത്തിലിരിക്കുന്ന ദമയന്തി തന്റെ പ്രിയന്റെ അടുക്കലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നതാണ് സന്ദർഭം. പൂന്തോട്ടത്തിലെ സാഹചര്യങ്ങൾ ഭൈമയെ അസ്വസ്ഥയാക്കും. ഈ അവസരത്തിലാണ് അരയന്നത്തിന്റെ വരവ്. ആദ്യം ആകാശത്തിലൊരു പ്രകാശം അവൾ കണ്ടു. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ സാക്ഷാൽ ചന്ദ്രബിംബം ഇറങ്ങി വരികയാണോ എന്ന് അവൾക്ക് തോന്നി. പ്രേമലതേ, മേനെ പ്യാർക്കിയാന്ന് വെച്ചാ എന്താ മാഷേ? മേനെ പ്യാർക്കിയേ? നളചരിതത്തിൽ എവിടെയാണ് മേനെ പ്യാർക്കിയ? ചുമ്മാതല്ല, 3 വട്ടം എഴുതിയിട്ടും പ്രീ ഡിഗ്രി കിടക്കാത്തത്. എനിക്കിനി ഹിന്ദി പഠിച്ചാ മതി മാഷേ. മാസം 100 രൂപയ്ക്ക് മലയാളവും ഇംഗ്ലീഷും കണക്കും. ഇനിയിപ്പോ ഹിന്ദി കൂടി പഠിപ്പിക്കാം. ഞാനിനി കാശ്മീരിലേക്ക് പോവല്ലേ? കാശ്മീരിലോ? ഇനി മുതൽ ഞാൻ അവിടെയാ താമസം മാഷേ. മാഷേ, ഇവളുടെ കല്യാണം ഉറപ്പിച്ചു. കുറച്ച് വടക്കുന്ന ചെറുക്കൻ, ബന്ധത്തിലുള്ളത് തന്നെയാ. അപ്പൊ തുടങ്ങിയതാ പെണ്ണിനെ ഹിന്ദി പഠിക്കണമെന്നുള്ള ആശ. അപ്പൊ പിന്നെ നാളെ മുതൽ ഞാൻ ഹിന്ദി പഠിപ്പിക്കാൻ ശ്രമിക്കാം. വേണ്ട മാഷേ. അല്ല, കാശ്മീരിലേക്ക് പോകുമ്പം അല്പം ഹിന്ദി പഠിക്കുന്നത് നല്ലതാ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഹിന്ദി പഠിച്ചാലെന്താ, മലയാളം പഠിച്ചാലെന്താ? മോളെ, മാഷിനൊരു ചായ എടുത്തു കൊടുക്കും.
എന്താടാ ഇത്? തലകാലബോധം ഇല്ലേ? വണ്ടി പിടിച്ചതല്ലോ. നിനക്ക് എന്താടാ ഒരു ചിന്ത? പഠിപ്പിക്കുന്ന വല്ല പെമ്പിള്ളേരുമായി പ്രേമമായോ? തമാശ കള കുഞ്ഞാലിക്കുട്ടി. ഞാനിവിടെ കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ കിടന്ന് പിടയ്ക്കുക. ആ പിടയ്ക്കും പിടയ്ക്കും. പ്രായമായ പെമ്പിള്ളേർക്ക് ചെറുപ്പക്കാരായ സാറന്മാര് ട്യൂഷൻ എടുത്ത് തുടങ്ങിയ രണ്ടു പേർക്കും പെടപെട പുറപ്പാ. നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. ഇവിടെ ജീവിക്കാനുള്ളതാ. ജീവിക്കണോ വേണ്ടയോന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. ട്യൂട്ടോറിയൽ നിർത്തി. ദേ ഇപ്പൊ പ്രേമലതയ്ക്ക് കല്യാണം. അതും കൂടി ആയപ്പോ ഞാൻ ആകെ തളർന്നു. ആ ഇതാ ഞാൻ പറഞ്ഞത്, പ്രായമായ പെമ്പിള്ളേരുടെ മേൽ ആശ വെക്കരുതെന്ന്. ദേ എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. ഇടാ പ്രേമലതയുടെ ട്യൂഷൻ നിർത്തിയെന്ന്. ഓ സന്തോഷം. ആ ട്യൂട്ടോറിയൽ നിർത്തിയത് ഏതായാലും നന്നായി. ആ സ്ഥാപനം കൊണ്ട് അവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രയോജനവും ഇല്ല. എന്നെ പോലെ ബി.എഡും പഠിച്ച് ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയവനാ നീയും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിഹസിക്കരുത്. ഇയാ ഈ വാദ്യാര് പണി എനിക്ക് പറ്റിയതല്ലെന്ന് നിനക്കറിയാവല്ലോ. എന്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കോയാമൻസിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതാഭിലാഷം സഫലമാകാൻ പോകുന്നു. എന്റെ വിസ ശരിയായെന്നും പറഞ്ഞ് ദാ ബോംബെന്ന് ടെലിഗ്രാം വന്നു. ഇനി ഏറിയ 2-3 ദിവസം അതിനകം കുഞ്ഞാലിക്കുട്ടി ബോംബെന്നും പറക്കും. പറക്കും പറക്കും. അതിന് എന്റെ ബാപ്പ സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മലപ്പുറം സ്കൂളിൽ ജോലി കിട്ടിയ ഗൾഫിൽ പോകാൻ സമ്മതിക്കില്ലെന്ന് ബാപ്പ. ഗൾഫിൽ നിന്ന് വിസ വന്ന മലപ്പുറത്തേക്കില്ലെന്ന് ഞാൻ. ഇപ്പൊ തോറ്റതാരാ? ബാപ്പ. അതങ്ങ് മനസ്സിൽ വെച്ചേച്ചാ മതി. ഞാൻ എന്തെങ്കിലും ഒന്ന് മോഹിച്ച പടച്ചോ അതേ നടത്തും. ഓ ബാപ്പി മോനും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് ബാക്കുണ്ടാക്കണ്ട. പഞ്ചത്ത് പറഞ്ഞാ ഓൻ സമ്മതിക്കും. ആ പിന്നെ സമ്മതിക്കാണ്ട് ഓ എന്റെ മോനാണ്ടി. ബാബാ ആ, നീ എവിടെ ആയിരുന്നടാ? അന്നെ കാണാൻ ചേട്ടാ ഷാഹുള്ള പറഞ്ഞ അയച്ചിരിക്കാൻ ടൈമില്ലെങ്കിൽ ടെലിഗ്രാം വന്നു. അതെങ്ങനെ നിനക്ക് കിട്ടി? പിന്നെ എനിക്കുള്ള ടെലിഗ്രാം എനിക്കല്ലേ കിട്ടുള്ളൂ. ഇവിടെ വന്നല്ലോ ഒരെണ്ണം. അതെന്തിന്? ഓ ചിലപ്പോ കിട്ടാണ്ടിരുന്നാലോ എന്ന് കരുതി രണ്ടിടത്തേക്ക് ടെലിഗ്രാം വിട്ടായിരിക്കും. ചിലപ്പോ ശരിയായിരിക്കും. ഇതിപ്പോ ഉടനെ പുറപ്പെടണമെന്നാണല്ലോ അവര് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് ശ്രമിച്ചാലോ? മലപ്പുറം വരെ പോയ എന്തിനാടാ ഫ്ലൈറ്റ്? മലപ്പുറത്തേക്കാ? ഞാൻ ബോംബെക്ക് പോകുന്ന കാര്യമോ പറയുന്നത്? ബോംബെയില ആ നോക്കട്ടെ. നടക്കില്ല കുഞ്ഞാലി, നടക്കില്ല. സൂര്യ ഞാൻ എന്ത് തീരുമാനിച്ചോ അതിവിടെ നടക്കണം. അന്റെ മോനോട് പറഞ്ഞു കൊടുക്ക്. കാത്തിരുന്ന് വന്ന വിസയാണിത്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ മലപ്പുറത്തേക്കോ മഞ്ചേരിയിലേക്കോ പൊന്നാനിയിലേക്കോ എവിടെ വേണമെങ്കിലും പോകായിരുന്നു. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ബാബാക്ക് ബുദ്ധി ഉപദേശിക്കാൻ വളർന്നിട്ടില്ല. പറഞ്ഞു കൊടുക്കണി സൂര. ഞാനും ഹാജിയാരും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. ഹാജിയാരോ മൊല്ലാക്കയോ ആരാവശ്യപ്പെട്ടാലും ഞാൻ ഗൾഫിലേക്കേ പോകുന്നുള്ളൂ. അത് പറഞ്ഞു. അപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ല അല്ലേ? ചോദിക്കണി സൂര. അപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല. അത് ചോദിക്കാത്ത ഇപ്പൊ തന്നെ ചോദിക്കും. കർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലേ പെടലിക്ക് പിടിച്ച് പുറത്താക്കും. പറഞ്ഞേക്ക്. സ്കൂളിൽ പോയിട്ട് ഇല്ലെങ്കിൽ വേണ്ട. തടിക്കച്ചോളം നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞാ പോരെ. എന്നാ പിന്നെ ബാപ്പാട് ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. വിചാരിക്കണ്ട. ഇതിലൊരു തീരുമാനം ഉമ്മ ഉണ്ടാക്കണം. പടച്ചോനെ പറഞ്ഞു കൊടുക്കടി. എന്ത്? ആ മമ്മദ് കുട്ടിയുടെ മകൻ ഷാഗുല് ബാപ്പാനെ ധിക്കരിച്ചിട്ട് ദുബായി പോയി. എന്നിട്ട് എന്തായി? അവിടെ കിടന്ന് വയ്യത്തായി. ആ വയ്യത്ത് കാണാനെങ്കിലും ഒത്തായി ഈ നാട്ടുകാർക്ക്. അത് പോട്ടെ. ആ ഐത്രോസിന്റെ കാര്യം തന്നെ എടുക്ക്. ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത്. ബാപ്പാന്റെ മയ്യത്ത് കാണാൻ വന്നെത്താൻ പറ്റിയോ ഓനെ? ബാപ്പാക്ക് ഈ മയ്യത്ത് മയ്യത്ത് എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. കുറെ കാലം മലപ്പുറത്ത് പോയി മാഷുവേല നോക്കി തിരിച്ചെത്തുമ്പോഴേക്കും പള്ളി വക ഒരു സ്കൂൾ കെട്ടാമെന്നാണ് നമ്മുടെ വിചാരം. അപ്പോഴാണ് ഓന്റെ ഒരു തുപ്പായി. ബാപ്പ പറയണതൊന്ന് അനുസരിക്കണ്ട മോനെ എന്ന് മാത്രം പറയല്ലേ ഉമ്മ. അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാപ്പായെ ധിക്കരിച്ച് മോൻ ദുബായിക്ക് പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. റബ്ബേ ഈ കാര്യത്തിൽ നിന്റെ ബാപ്പയുടെ പക്ഷത്താ ഞാൻ. മലപ്പുറത്തേക്ക് പോവുക, അതേ നിവൃത്തിയുള്ളൂ. സ്വന്തം നാട്ടിൽ പഠിച്ച തൊഴിൽ കിട്ടിയത് കളഞ്ഞിട്ട് എണ്ണപ്പാടത്ത് പോയി കിടന്ന് വിയർപ്പൊഴിക്കേണ്ട വല്ല കാര്യമുണ്ട്? മതി മതി. നിന്റെ ഉപദേശം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. നല്ല ബുദ്ധി വല്ലതും തോന്നെങ്കിൽ പറ. അതിനാ നിന്നോട് ചോദിച്ചത്. ഇതാ ദൈവത്തിന്റെ ഓരോ കളിയെന്നൊക്കെ പറയാം. എന്റെ ഗതികേട് നീ ഒന്ന് നോക്കും. ട്യൂട്ടോറിയൽ നിർത്തി ഉണ്ടായിരുന്ന ട്യൂഷനും പോയി. നിനക്കോ കിട്ടിയപ്പോ 2 കയ്യിലും. അതാ ഇപ്പൊ കുരുക്കായത്. 2 ദിവസം മുമ്പ് ഈ ടെലിഗ്രാം വന്നിരുന്നെങ്കിൽ ബാപ്പയുടെ ഉടക്കം ഒഴിവാക്കാമായിരുന്നു. ബാപ്പയോട് പിണങ്ങേണ്ടി വന്നാലും ശരി, ഞാൻ ഗൾഫിലൊക്കെ പോകുന്നുള്ളൂ. എന്നാ പിന്നെ ബാപ്പയോട് പറഞ്ഞ് ആ ജോലി എനിക്ക് വാങ്ങിച്ചാൽ. ബാപ്പയുടെ സുഹൃത്തല്ലേ ഹാജിയാര്, നീ പറഞ്ഞാൽ നടക്കും. നീ എന്താ ആലോചിക്കുന്നത്? ആരോടും പറയാതെ നിനക്കെങ്ങനെ ഈ ജോലി വാങ്ങിച്ചു തരുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെങ്ങനെ? എനിക്ക് ഏതായാലും ഗൾഫിൽ പോയേ പറ്റൂ. നിനക്കാണെങ്കിൽ ഒരു ജോലിയും വേണം. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ.
നീ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം സ്കൂളിലേക്ക് പോകുന്നു. ഏ? ആ, ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കോയാമൻസിലിൽ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം ഹാജിയാരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. നിനക്ക് ഭ്രാന്തുണ്ടോ? ആൾമാറാട്ടത്തിനുള്ള ശിക്ഷ എന്താണെന്ന് ഓ, അറിയാമോ? 5-6 കൊല്ലം ജയിലിലിടും, അല്ലാതെ തൂക്കി കൊല്ലൊന്നുമില്ലല്ലോ. ആ, എടാ ഹാജിയാർ എന്നത് ഇത്ര ഉള്ളപ്പോഴും മറ്റേ കണ്ടിട്ടുള്ളൂ. അന്ന് എനിക്കൊരു 2-3 വയസ്സ് കാണും. അന്ന് കണ്ട ആ പീക്കിരി ചെറുക്കൻ ഇപ്പൊ വളർന്ന് വലുതായി BA ഒക്കെ പാസ്സായി എന്നറിയാന്നല്ലാതെ ഈ കോലത്തിൽ ഹാജിയാർ എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു കള്ളക്കളി, അത്രേ ഉള്ളൂ. എന്നെ കൊണ്ടാവില്ല. ഇതാ നിനക്ക് ഒരു ജോലിയും കിട്ടാത്തത്. എടാ, നിനക്ക് നിന്റെ പെങ്ങളെ കോളേജിൽ അയക്കണ്ടേ, നിന്റെ കുടുംബം നോക്കണ്ടേ? ഇതൊക്കെ എങ്ങനെ നടക്കും? കൂടിയ 2 മാസം, അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് ഞാൻ നിന്നെ അക്കരയ്ക്ക് എത്തിക്കില്ലേ? ഒക്കെ ശരിയാ. നിന്റെ ബാപ്പ ഇതറിയുമ്പോ ദുബായിൽ നിന്ന് വരിവരിയായി പണം ഇങ്ങെത്തുമ്പോ ബാപ്പയുടെ ചൂടൊക്കെ പമ്പ കിടക്കും. അതൊക്കെ പിന്നത്തെ കാര്യം. മകനെ കാണാൻ നിന്റെ ബാപ്പ സ്കൂളിലോട്ടാണ് കയറി വന്നാൽ അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല, അത് നീ മനസ്സിലാക്കണം. ജോജി, എന്റെ ഭാവി ഇപ്പൊ നിന്റെ കയ്യിലാണ്. നീ എന്നെ നിരാശപ്പെടുത്തരുത്. ഉടനെ ഒരു മറുപടി പറയണ്ട, ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. കേട്ടോ അമ്മേ, രാജുയുടെ അമ്മ എന്നോട് ചോദിക്കുക പഠിച്ച എന്താകാനാ ആഗ്രഹമെന്ന്. ഞാനും വിട്ടില്ല, ഗമയിൽ അങ്ങ് അടിച്ചു ഡോക്ടർ ആവണമെന്ന്. ബാപ്പ, ഉണ്ടണ്ട, ഈ എന്നോട് മിണ്ടണ്ട. ഈ എന്താണ് പറഞ്ഞിട്ട് പോയത്? ബാപ്പാനെ ധിക്കരിച്ച് മോൻ ദൂവാക്കി പോയി നാട്ടുകാരെ കൊണ്ട് പറയിക്കരുതെന്ന് അല്ലേ? പറയട്ട്, ചുമ്മാ പറയട്ട്. പോയിക്കോ, ദുബായിലോ ആഫ്രിക്കയിലോ എവിടെ വേണോ പോയിക്കോ. പിന്നെ ഈ പടി കയറരുത്. ഞമ്മള് നിന്റെ ബാപ്പയും അല്ല, ഇങ്ങനെ ഒരു ഓണം ഞമ്മക്കില്ല. ബാപ്പ, ഉണ്ടണ്ട. ഉമ്മ. എന്തിനാ ഇനി അനുസരണക്കേട് കാണിക്കാനാ? ഈ കാരണം ഒരു വെളിവില്ലാണ്ട് നടക്കുകയാണ് എന്റെ പാപ്പ. ഉമ്മ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഉമ്മയല്ല, പടച്ചോം എന്ന് പറഞ്ഞാലും ശരി, ബാപ്പാന്റെ സമ്മതത്തോടു കൂടി നിന്റെ മോൻ ദുബായിൽ പോവില്ല. അത് തന്നെ ഞാനും പറയണത്. ബാപ്പാന്റെ സമ്മതം ഇല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടി ദുബായി പോണില്ല. അതെ ബാപ്പ, ബാപ്പാന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഞാൻ മലപ്പുറത്തേക്ക് പോകുന്നുള്ളൂ, മാഷായിട്ട്. ആലോചിച്ച് നോക്കിയപ്പോ എനിക്കും തോന്നി ബാപ്പ പറയുന്നതാണ് ശരിയെന്ന്. ഇപ്പൊ സന്തോഷമായില്ലേ? ഞാൻ ആ പെട്ടിയൊക്കെ എടുത്തൊന്ന് ശരിയാക്കി വെക്കട്ടെ. ഇനി മയ്യത്ത് കാണാൻ പറ്റുമോ എന്നുള്ള ബേജാറ് വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ എന്റെ മോനാണ്ടി. ആ ബാഗിങ് എടുക്കുമ്പോളെ ഏത് കൂട്ടുകാരനെ ഏട്ടന് ജോലി ശരിയാക്കിയത്? അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല. പണ്ട് ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ. മോനെ മാഷായിട്ട് തന്നെയാണോടാ? ഒന്നും പറഞ്ഞിട്ടില്ലമ്മേ. ചെല്ലട്ടെ, കിട്ടണത് ചെയ്യും. അവിടെ ചെന്നാലും അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കുളിച്ചു തൊഴണേ. ശരിയമ്മ. അത് പിന്നെ ഏട്ടനോട് പ്രത്യേകം പറയണം അമ്മേ. ദിവസം ഒരു തവണയെങ്കിലും അമ്പലം കണ്ടില്ലെങ്കിൽ ഏട്ടന് ഉറക്കം വരുമോ? ഓടിയാസത്തെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത്. ദേവു കൂട്ടുകാരിയോട് പറഞ്ഞോളൂ കോളേജിൽ വരുന്നുണ്ടെന്ന്. അമ്മയെ മരുന്ന് കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വരട്ടെ. എന്നാ പിന്നെ ഇറങ്ങുക, സമയായി. സ്റ്റാൻഡ് വരെ ഞാനും വരാൻ കുഞ്ഞേ. വേണ്ട മാവ. ഞാൻ വരാത്തതിൽ ആജിയാര് ചിലപ്പോ ഗർവിക്കുമായിരിക്കും. ഇവിടുത്തെ നേരമില്ലായ്മ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബസ് പോരായി, ഞാൻ പോട്ടെ. ഒരാൾ കയറാനുണ്ട്. അടിമില്ലേക്ക് എടാ കുഞ്ഞാലി, നീ എന്തിനീ മൂത്രപ്പഴം ആക്കി കഴിക്കുന്നത്? ബാപ്പ പോയി, നീ വാ. ബാപ്പാടെ കണ്ണു വിട്ടിട്ട് ദുബായി പോകേണ്ട പാട്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴേ നെഞ്ചെടുപ്പ് തുടങ്ങി. അതെന്തിന്? ചേട്ടാ, നീ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് സമാധാനത്തിൽ പോവും? എടാ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം, ആത്മധൈര്യം, മനക്കട്ടി. മനസ്സിലായോ? എന്റെ ഭഗവതി രക്ഷിക്കണേ. എന്താ വിളിച്ചത്? ഭഗവതി. ഓ പടച്ചോനെ, ഇവൻ കുളവാക്കും. എടാ റബ്ബേന്ന് വിളിയടാ. റബ്ബേ.
ബുദ്ധിപൂർവ്വം കളിച്ച എത്ര കാലം വേണമെങ്കിലും നിനക്ക് അവിടെ നിൽക്കാം. അപ്പൊ ഇത് പെർമനന്റ് ആക്കാനാ നിന്റെ പ്ലാൻ? എന്നാ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നീ ചൂടാകാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താണെന്ന് വെച്ചാ നീ പറ. ആദ്യം നീ ബാഗ് തൂക്ക്, എന്നിട്ട് പറയാം. ആദ്യം പറ, പിന്നെ തൂക്കാം. വെയിറ്റ് കൂടുതലാണ്, ഞാൻ എടുത്തോളാം സാറേ. കൂടി ഞങ്ങൾ മുറിച്ചു വന്നോളാം. പോ. ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ വെച്ചാ എവിടുന്ന് വരും? നീ ബാഗ് തൂക്ക്. നീ ബഹളം വെക്കാതെ. ഞാൻ അവിടെ ചെന്ന് 2 മാസം, ഓൺലി 2 months. അതിനു മുമ്പ് നിന്റെ വിസയും എത്തും. കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത്. മാഷന്മാർക്ക് അവിടെ നല്ല ഡിമാൻഡാന്നാ കേട്ടത്. ആ അതിനുള്ള വിസ നീ ഒപ്പിച്ചാ ആ, ഇൻഷാ അല്ലാ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ദാ, ഇത് പിടിക്കും. ഇതെന്താ വിസയാണ്? അല്ലടാ, ഇത് എന്റെ ബാപ്പയ്ക്ക് ഞാൻ എഴുതുന്ന കത്തുകളാ. നീ അവിടെ ചെന്ന് ആഴ്ചയിൽ 1 വീതം മലപ്പുറത്ത് നിന്ന് ബാപ്പയ്ക്ക് പോസ്റ്റ് ചെയ്യണം. ഇത് 2 മാസത്തേക്കുള്ള കത്തുകളുണ്ട്. ഇത് തീരുന്നതിന് മുമ്പ് നിന്റെ വിസ വരും. മനസ്സിലായില്ലേ? ആ, എനിക്കുള്ള ട്രെയിന് സമയമായി. നീ ആ 10:30 മലപ്പുറം ബസ്സിൽ പോയിക്കോ. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടല്ലോ? ഹാജിയാർക്ക് ഒരു സംശയവും തോന്നരുത്. ഇന്നു മുതൽ നീ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയല്ല, കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടി. ആരാ? കോയാ മനസ്സിൽ ആ, കുഞ്ഞാലി. കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തിനാടാ ഈ ചന്ദനക്കുറി? നീ ധൈര്യമായിട്ട് പോ. ജോജി, എന്താ? ജോജിയല്ല, കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടി.